അപ്പർ കുട്ടനാട്ടിലെ നിരണം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിലെ വിദ്യാർത്ഥികൾക്കായി സെമിനാർ നടത്തി. മാധ്യമങ്ങളിലെ സത്യവും അസത്യവും വേർതിരിച്ച് അറിയുന്നതിനുള്ള സത്യമേവ ജയതേ എന്ന വിഷയത്തിൽ പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ജിജു വൈക്കത്തുശ്ശേരി ക്ലാസ് എടുത്തു. സത്യസന്ധമായ കാര്യങ്ങൾ അറിയുവാൻ സാധിക്കണം. ഇന്ന് എല്ലാവരും പത്രം തൊഴിൽ എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടെ ശമ്പളം മേടിക്കുന്ന ഒരു ജീവനക്കാരൻ കൂടി അവർ പറയേണ്ട ശരിയില്ലെങ്കിലും പത്രത്തിലെ എഴുതുന്ന രീതിയിലായിരിക്കും. പക്ഷെ നിങ്ങൾ എഴുതുന്ന രീതിയിലായിരിക്കും മറ്റൊരാൾക്ക് അതൊരു വാർത്തകളും ഓരോ രീതിയിലും ശൈലിയിലും ആ മാധ്യമപ്രവർത്തകനെ ആശ്രയിച്ചിരിക്കും ആ വാർത്തകൾ വരുന്നത്. ആ എഴുതുന്ന വാർത്തകൾ ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും ഒരു ചെറിയ സമയത്തോട് നന്നാക്കുന്ന വാർത്തയാണ് നിങ്ങൾ നോക്കിയാൽ റോഡ് നന്നാക്കുന്ന പക്ഷേ നിങ്ങളോട് വാർത്തയെല്ലാം നിങ്ങൾ ഈ 10 പേര് 30 പേരുണ്ട് 40 പേരുണ്ടായിരിക്കണം. 40 പേര് 40 കാണാൻ നോക്കി മുട്ടിരിക്കുകയല്ല, അല്ലാതെ എഴുതുകയാണ് 40 രീതിയിലാണ് വാർത്തകൾ. സ്കൂൾ പ്രിൻസിപ്പൽ ബെനു ഐബ് ഉദ്ഘാടനം ചെയ്തു. പല വാർത്തകളും സത്യമായിരിക്കണം എന്നില്ല. പല വാർത്തകളും വളച്ചൊടിച്ച് അവരവരുടെ രീതിക്ക് അനുസരിച്ച് പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ വാർത്തയുടെ പിന്നിലെ സത്യം എന്താണ്, അങ്ങനെ സത്യമല്ലാത്ത വാർത്തകൾ പ്രചരിപ്പിച്ചാലുള്ള ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണ്, അത് സൈബർ കുറ്റകൃത്യങ്ങളിൽ പെടുമോ അല്ലെങ്കിൽ പെടുന്നതിനകത്ത് ശിക്ഷാ നടപടികൾ എന്തൊക്കെയാണ്, ഇങ്ങനെ വിവിധമായ തലത്തിലുള്ള പല കാര്യങ്ങളെ പറ്റിയുമാണ് ഇന്ന് അദ്ദേഹം ക്ലാസ് എടുക്കുന്നത്. അധ്യാപിക എസ് രാധിക അധ്യക്ഷത വഹിച്ചു. മാധ്യമങ്ങളിലൂടെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ കുട്ടികൾക്ക് അല്ലെങ്കിൽ വോളണ്ടിയേഴ്സിന് നൽകുന്ന ഒരു ബോധവൽക്കരണ ക്ലാസ്സാണ്. നമുക്കറിയാം, സോഷ്യൽ മീഡിയകളിലൂടെ രാവിലെ സൈബറിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിലും എല്ലാം പറഞ്ഞു, സൈബർ ബുള്ളിയും എല്ലാം പറഞ്ഞു, സൈബർ ടെററിസം ഉണ്ട്, സൈബർ അറ്റാക്കുകളുണ്ട്. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കൂടിയതോടുകൂടി ന്യൂസ് ചാനലുകളിലും അല്ലാതുള്ള മാധ്യമങ്ങളിലൂടെയും എല്ലാം ഒരുപാട് കുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപാട് സൈബർ അറ്റാക്കിന് ഇരയാവുന്ന അല്ലെങ്കിൽ ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഇരിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ളവരോ വീട്ടിലുള്ളവരോ കൂട്ടുകാരോ പോലും ചെറുതും വലുതുമായിട്ടുള്ള ഒരു ഹരാസ്മെന്റിന് ഇരയായവരായിരിക്കും. വിവരസാങ്കേതിക വിസ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലുള്ള വാർത്താ ബാഹുല്യത്തിൽ വിവിധങ്ങളായ മാധ്യമങ്ങളിലൂടെ തങ്ങളിലേക്ക് എത്തുന്ന വാർത്തകളിലെ വാസ്തവത്തെപ്പറ്റി അവബോധം ഉണ്ടാക്കാനും വ്യാജ നിർമ്മിത വാർത്തകൾക്കെതിരെ ജാഗ്രത പുലർത്തുവാനും അതുവഴി സാമൂഹികമായ ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യവും സെമിനാറിന് പിന്നിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവല്ല.